ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷിന് ബലരാമനെ കുറിച്ച് എന്തൊക്കെ സംശയങ്ങൾ തോന്നി തുടങ്ങുന്നുണ്ട്. കൃഷി വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് മഹിയുടെ അടുത്തേക്കാണ്. മഹിയോട് കൃഷി പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയാൻ പറ്റാത്ത എന്തോ ഒരു ബന്ധം അവർക്കിടയിലുണ്ട് എന്ന് കൃഷി തന്റെ സംശയം മഹിയോട് പറയുമ്പോൾ മഹി ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. കാരണം മഹിക്ക് സത്യങ്ങളെല്ലാം അറിയാം. ഒരുപക്ഷെ ദൈവനിശ്ചയമായിരിക്കും സാഗർ തന്നെ സ്വന്തം മകനെ, അതായത് ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്നുള്ളത്. വെപ്രാളപ്പെട്ടു നിൽക്കുന്ന മഹി കൃഷ്ണനോട് പറയുന്നുണ്ട്, നീ വേഗം പോയി ദേവ് സാറിനെ കാണ്. ദേവ് സാറ് സത്യങ്ങളെല്ലാം പൊക്കിയിട്ടുണ്ട്, ദേവ് സാറിന് എല്ലാം അറിയാമെന്ന് മഹി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വേഗം ദേവ് സാറിന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കൃഷ്. പിന്നീട് കൺമണിയെ കാണിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിൽ കൃഷി പോയതിനു ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നാലോചിച്ച് ടെൻഷനായി നിൽക്കുകയാണ്. പിന്നീട് സാഗർ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ബലരാമനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കും. ബലരാമനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്ന് കൃഷ്ണനോടുള്ള വാശിയോടുകൂടി തന്നെ സാഗർ പറയുന്നുണ്ട്. അതിനുശേഷം ആന്റിയമ്മയും മാനസയും കൂടി സംസാരിക്കുന്നുണ്ട്. മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് വരാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടി നമ്മുടെ കൂടെ വേണം. അതിനു പറ്റിയ ആൾ വരുണാണ്. വരുൺ എന്തിനുമേതിനും നമ്മുടെ കൂടെ നിൽക്കും. കൃഷ്ണനെയും കൺമണിയെയും വേർപിരിക്കാൻ വരുണിനും നല്ല ആഗ്രഹമുണ്ട്. വരുൺ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട്. അതിനുശേഷം മാനസിയും വരുണും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. വരുൺ മാനസിയോട് പറയുന്നുണ്ട്, എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് വരുൺ. പിന്നീട് ഭാഗ്യശ്രീ ബലരാമനെ എങ്ങനെയെങ്കിലും സത്യാവസ്ഥകൾ അറിയിക്കാനായിട്ട് സുമിത്രയുടെ ശബ്ദത്തിൽ സംസാരിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ഭാഗ്യശ്രീ സഹദേവൻ പോലീസിനെ വിളിക്കുകയാണ്. എന്നിട്ട് സഹദേവൻ പോലീസിനോട് സുമിത്രയുടെ ശബ്ദത്തിൽ പറയുന്നുണ്ട്, ഹലോ സഹദേവൻ, ഞാൻ സുമിത്രയാണ് എന്ന് ഭാഗ്യശ്രീ പറയുമ്പോ സഹദേവൻ വളരെ സന്തോഷത്തോടെ ആ സുമിത്ര മേഡം പറയൂ മേഡം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോ ഭാഗ്യശ്രീ സുമിത്രയുടെ ശബ്ദത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, സഹദേവൻ എനിക്ക് ബലരാമനോടൊന്ന് സംസാരിക്കണം, ഫോണൊന്ന് കൊടുക്കുക എന്ന് പറയുമ്പോ സഹദേവൻ വേഗം തന്നെ ഫോൺ കൊണ്ടുപോയി ബലരാമന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഭാഗ്യശ്രീയാണ്, അമ്മയുടെ ശബ്ദത്തിൽ വിളിക്കല്ലാതെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഏട്ടനെ എങ്ങനെയെങ്കിലും സത്യങ്ങളെല്ലാം അറിയിക്കണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട്, ഏട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോകുന്നത് ഷൺമുഖദാസ് വക്കീലോ നമ്മളുടെ അമ്മയോ ഒന്നുമല്ല. അലിഗയിലെ സാഗർ സാറാണ് ഏട്ടനെ പുറത്തിറക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സാഗർ സാർ നാട്ടിലെത്തിയിട്ടുണ്ട്. ഏട്ടനെതിരെയുള്ള കേസ് പിൻവലിച്ച് ഏട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്ന് സാഗർ സാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോൾ വിളിച്ചത് എന്നൊക്കെ ഭാഗ്യശ്രീ പറയുമ്പോ ബലരാമൻ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് ഭാഗ്യശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ഇനി എന്തു ചെയ്യുമെന്നോർത്ത് ബലരാമൻ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. എന്തായാലും ബലരാമനും കൃഷ്ണനും ഏകദേശം സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യശ്രീ ആണെങ്കിൽ സാഗറിനെ കൊല്ലാനുള്ള ബലരാമന്റെ മനസ്സിനെ 18 അടവും പ്രയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ട്. തേജിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അറിയാനായി കൃഷി പോവുകയാണ്. എന്തായാലും വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.